ഒരു മറവി. എവിടെ മാഷേ? മാഷേ, കാപ്പി. ദോശ മേശപ്പുറത്ത് മൂടി വെച്ചിട്ടുണ്ട്. തണുക്കുന്നതിന് മുമ്പ് എടുത്ത് കഴിച്ചോളൂ. പിന്നെ കാപ്പി വേണമെന്ന് വെച്ചാ ഫ്ലാസ്കിലുണ്ട്. അലക്കാനുള്ള തുണികളെല്ലാം അടുക്കള വരാന്തയിൽ ഇട്ടിട്ടുണ്ട്. നാണിയോട് അലക്കി കഴിഞ്ഞ് മുറിയൊക്കെ ഒന്ന് തൂത്തിട്ടേ പോകാവൂന്ന് പറയണം. പിന്നെ വേറെന്തോ കൂടി പറയാൻ വന്നതാ, മറന്നു. ചോറും കറികളും കാലാക്കി അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. അതും ഇതും വായിച്ചിരുന്ന് നേരം കളയാണ്ട് മാഷ് സമയത്ത് ആഹാരം കഴിക്കണം. ഊണ് കഴിഞ്ഞാൽ ഗുളിക മറക്കണ്ട. കടുവാങ്ങ അച്ചാറിന്റെ ഭരണി അലവാരിയിലുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ. വർത്തമാനം പറഞ്ഞോണ്ട് നിന്നാലേ സമയം പോണതറിയില്ല. ഇപ്പൊ പുറപ്പെട്ടാലേ ബെല്ലടിക്കുമ്പോ സ്കൂളിലെത്തും. ടീച്ചറേ, ഇന്ന് എത്ര തീയതി എന്ന് മറന്നോ? ഓഗസ്റ്റ് 12 ഇന്ന്. വെച്ചാൽ ടീച്ചർ റിട്ടയർ ചെയ്യണ ദിവസം. ഇന്നത്തെ ദിവസം 9:30 ബെല്ലടിക്കുന്നതിന് മുമ്പേ ഹാജർ ഒപ്പിടണമെന്ന് ഒരു നിർബന്ധവുമില്ല. 3:30 മുമ്പ് എപ്പോഴെങ്കിലും ഒന്ന് ചെല്ലുക, ഒരു ഒപ്പിടുക, അത്രേ വേണ്ടൂ. സെന്റ് ഓഫ് മീറ്റിംഗും ഫോട്ടോ എടുപ്പും ഒക്കെ 4 മണിക്ക് ശേഷമേ ഉള്ളൂ. മറന്നതല്ല, ഓർമ്മിക്കാൻ ഇഷ്ടമില്ലാത്തോണ്ട് മറന്നു എന്ന് ഭാവിച്ചതാ. ഇല്ലേ ടീച്ചറേ? 5 കൊല്ലം മുമ്പ് ഇതുപോലൊരു ദിവസം ഞാനും കിടന്നതല്ല ഈ കിടമ്പ. ഇത്രയൊക്കെ പോരെ ടീച്ചർ? സുഹൃത്തുക്കളെ, ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടുത്തെ അധ്യാപകരുടെ പേരിൽ, വിദ്യാർത്ഥികളുടെ പേരിൽ, രക്ഷകർത്താക്കളുടെ പേരിൽ, എന്റെ വ്യക്തിപരമായ പേരിൽ, ഈ നാട്ടുകാരുടെ മുഴുവൻ പേരിൽ സമാരാധ്യായ ഈ ശ്രേഷ്ഠ അധ്യാപികയ്ക്ക് ഞാൻ നിറമിഴികളോട് തൊഴുകൈകളോട് യാത്രാമംഗളം ചൊല്ലുന്നു. അവർക്ക് ആയുരാരോഗ്യങ്ങൾ നൽകാനായി ജഗന്യന്താവായ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ സ്നേഹവായ്പിന്റെയും കൃതജ്ഞതയുടെയും ഒരു എളിയ സൂചകമായ ഈ ഉപഹാരം നമുക്ക് വേണ്ടി സരസ്വതി ടീച്ചർക്ക് സമർപ്പിക്കുവാൻ ഞാൻ ബഹുമാനപ്പെട്ട ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസർ ശ്രീ അവ്യാതരകൻ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു. കാര്യപരിപാടിയിലെ അടുത്ത ഇനം സരസ്വതി ടീച്ചറുടെ മറുപടി പ്രസംഗം. ബഹുമാനപ്പെട്ട ഡിഇഒ, ഹെഡ്മാസ്റ്റർ, പഞ്ചായത്ത് മെമ്പർ ശ്രീ പരമേശ്വരൻ നായർ അവர்கள், എന്റെ സഹപ്രവർത്തകരെ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ,
സുദീർഘവും സ്തുത്യർഹവുമായ സേവനം. ഒന്ന് 35 കൊല്ലം, ഒന്ന് 30 കൊല്ലം. രണ്ടും ഓരോ ആനയുമേ തൂങ്ങി. ഇനി ശിഷ്ടകാലം പഴയ ഓർമ്മകൾ വയവിറക്കി ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി ഇരുന്ന് കഴിച്ചു കൂട്ടുക തന്നെ. മാഷേ, വെള്ളത്തിന് ചൂട് മതിയോ? ലേശം കൂടെ ആയിക്കോട്ടെ. പുക ഇത്തിരി കുറച്ചാ വേണ്ടില്ല. എന്റെ പെൻഷൻ ബുക്കൊക്കെ വരാൻ ഇനി ഒരുപാട് താമസിക്കും. ഇല്ല മാഷേ? മറ്റാട്ടെ ശങ്കരൻകുട്ടിക്ക് ഇപ്പോ ആ ആഫീസിലാ ജോലി. ഞാൻ അവൻ എഴുതാ. എന്നാലും ഒരു 2 മാസത്തെ താമസം ഉണ്ടാവും. ഓഹോ. രണ്ടാൾക്കും പെൻഷൻ ഒരു ദിവസമാണെന്ന് വെച്ചാൽ പോക്കും വരെ ഒരുമിച്ചാക്കായിരുന്നു. ഏതായാലും ഇത്തവണ ട്രഷറി പോകുമ്പോ ആഫീസറോടൊന്ന് സംസാരിച്ച് നോക്കാം. റാണിയമ്മേ, റാണിയമ്മേ, ഓ, അടുപ്പത്ത് ഗോതമ്പ് കഞ്ഞിയാ, തിളച്ചു പോകാണ്ട് നോക്കണേ. ഇല്ല, അവനേ ഉള്ളൂ. ആ. അയ്യോ, എന്താ മാഷേ? എന്ത് പറ്റി? ഒരബദ്ധം പറ്റി. എന്താ? പച്ചവെള്ളം പകരാണ്ട് ചെമ്പിന്ന് നേരെ കോരി മേലെ കുഴിച്ചു, പൊള്ളിപ്പോയി. അയ്യോ, വല്ലവരും ചെയ്യണ പണിയാണോ ഇത്? അല്ല, അതല്ലേ പറഞ്ഞ അബദ്ധായിന്ന്. വയസ്സായി എന്ന് പറയുകയും ചെയ്യും. കുട്ടികളുടെ പ്രകൃതമാണ് താനും. വയസ്സാകും തോറും കുട്ടികളുടെ പ്രകൃതം ആവുന്നല്ലേ ടീച്ചറെ പ്രമാണം? എന്താ മാഷേ? മേലിൽ വെച്ചപ്പോ കണ്ണില് പോയി സോപ്പ്. നീറ്റല്ലേ. മഗ് എവിടാണാവോ? ഇതിലിപ്പോ എന്താ എത്ര ചിരിക്കാനുള്ളത്? അല്ല, ടീച്ചർക്കൊന്ന് പ്രത്യേകിച്ച് വഴിപാടൊന്നും ഇല്ലാലോ. വേഗം തൊഴുതു വന്നൂടെ? ഏതായാലും ദിവസം അമ്പലത്തിന് മുന്നിൽ വരെ മാഷ് എന്റെ കൂടെ വരുന്നുണ്ട്. എന്നാ പിന്നെ തൊഴുകൂടെ ചെയ്താൽ എന്താ? വല്ല കുറച്ചിലും ഉണ്ടോ? ഒരു കുറച്ചിലും ഇല്ല. തേവരോട് പ്രത്യേകിച്ച് ബോധിപ്പിക്കാനായിട്ടോ ആവശ്യപ്പെടാനായിട്ടോ ഒരു കാര്യം എനിക്കില്ലാന്ന് ടീച്ചർക്ക് അറിയാലോ. അവിടെയാണെന്ന് വെച്ചാൽ സർവ്വ നേരവും പരാതിക്കാരുടെ ബഹള. ഇനി ഞാൻ കൂടെ കൂട്ടിയിട്ടെന്തിനാ അങ്ങേരുടെ സൂര്യം കെടുത്തണേ? ഞാൻ ആ ആൽത്തറിലെങ്ങാനും ചെന്ന് വല്ല സൊറയും പറഞ്ഞിരുന്നോളാം. സൊറ പറഞ്ഞിരിക്കുന്നൊക്കെ കൊള്ളാം. ഞാൻ തൊഴുതു മടങ്ങുമ്പോഴേക്കും ഒന്ന് പറഞ്ഞു തീർത്തേക്കണേ. വെറുതെ അവിടെ വന്ന് ആ പരമേശ്വരൻ നായരുടെ വളിച്ച തമാശ കേട്ട് നിൽക്കാൻ എനിക്ക് വയ്യ കേട്ടോ. സരസ്വതി ടീച്ചറെ എവിടെ വെച്ച് കണ്ടാലും അപ്പ തീരുമാനിച്ചോളെ വേണ്ടു. ഒരു 3 അടി, അതായത് കൃത്യം 3 അടി പിന്നിലോ മുമ്പിലോ രാവണ്യാര് ഭാഷം ഉണ്ടാവുന്നു. അതിന് താൻ എന്തിനോടും എന്നെ അസൂയപ്പെടണേ? അസൂയ ഉണ്ടായിട്ട് തന്നെ ഈ വയസ്സുകാലത്ത് ഇങ്ങനെയുണ്ടോ ഒരു അകമ്പടി? എന്താ കാക്ക കുത്തി കൊണ്ടുപോകും? കേട്ടോ പണിക്കരെ, പ്രായത്തെ കുറിച്ച് പറഞ്ഞപ്പോ മേനോ ഒരു കാര്യം മറന്നു. എല്ലാവരും കല്യാണം കഴിക്കണ പ്രായത്തിലല്ലല്ലോ അവര് കല്യാണം കഴിച്ചത്. 45-ാം വയസ്സിലെ കല്യാണ. അന്ന് ടീച്ചർക്ക് 40. ആയിക്കോട്ടെ, അവര് മുട്ടി ഒരുങ്ങി നടന്ന് കൊതി തീർന്നിട്ടുണ്ടാവില്ല. അവര് സുഖിച്ചോട്ടെ. ഭാഗ്യവാൻ, അല്ലാണ്ട് എന്ത് പറയാനാ? എന്നാലും ഈ പ്രായത്തിലും ഇങ്ങനെ മുട്ടാനും ഒരുമാനും ഒരാളെ കിട്ടിയല്ലോ, അത് തന്നെ ഭാഗ്യം. നമസ്കാരം. വയസ്സായാലെങ്കിലും ഈ കുന്നായ്മ പറഞ്ഞു നിർത്തിക്കൂടെ എന്റെ മേന്നെ? കുന്നായ്മ അല്ലടോ രാവുണ്യായരെ, ഇവിടെ എല്ലാവർക്കും അസൂയയാ. ഈ പ്രായത്തിലും ദിവസവും ഇങ്ങോട്ടും തിരിച്ചങ്ങോട്ടുള്ള തന്റെ ഈ അകമ്പടി ഉണ്ടല്ലോ, അതിവിടെ ആർക്കും കണ്ടിട്ട് അത്ര സഹിക്കണില്ല. പ്രത്യേകിച്ച് നമ്മുടെ മേന്നെ. ഉള്ളത് പറയാലോ, സത്യ. ഉണ്ടായിരുന്ന ഒരാളെ കൊല്ലങ്ങൾക്ക് മുമ്പേ സ്വയം പറഞ്ഞേച്ച ആളല്ലേ മേനോൻ. പിന്നെ ഇപ്പൊ അസൂയപ്പെട്ടിട്ടെന്താ കാര്യം? അതെ, ആർക്കും ഒരു ദണ്ണവും വേണ്ട. അകമ്പടി തന്നെയാ.
ടീച്ചർ എവിടൊക്കെ പോയാലും അവിടെ ഒക്കെ അകമ്പടി ഉണ്ടാവും. അതെ പരമേശ്വരൻ നായരെ, ഞാൻ അകമ്പടി പോണതേ എന്റെ സ്വന്തം ഭാര്യയ്ക്കാ. എടോ രാവുണ്യായരെ, താൻ എന്നെ ഒന്നും വെച്ചുല്ലോ. ഒരാക്ഷേപവും ഇല്ല. ഞാൻ പലർക്കും അകമ്പടി പോവാറുണ്ട്. അകമ്പടി മാത്രല്ല എന്ന് വെച്ചോളൂ, അതിന്റെയും കൂടി എന്റെ ഈ ദീർഘായുസ്. അതെ, ഇവിടെ ഇരിക്കുന്ന എല്ലാവരേക്കാളും ഒരു 4-5 വയസ്സ് മൂപ്പെങ്കിലും എനിക്കുണ്ടല്ലോ. അതെന്നെ കണ്ടാ തോന്നുവോ? എന്റെ വർത്താനം കേട്ടാലോ? ഇല്ല. എന്താ കാര്യം? ചിട്ടപ്പടിയുള്ള ജീവിതം. നോക്കിക്കോ, നിങ്ങളുടെ ഓരോരുത്തരുടെയും അസ്ഥി കുടത്തിലാക്കി ഈ പുഴയെ കൊണ്ടുവന്ന് ഒഴുക്കുന്നത് കണ്ടിട്ട് ഈ പരമേശ്വരനാര് പോവും. അതിലാർക്കും ഒരു സംശയവും വേണ്ട. നമുക്ക് കാണാം. ഇങ്ങനെ പറഞ്ഞ പലരുടെയും അടിയന്തരം ഞങ്ങൾ ഉണ്ടതാ. എന്റെ മേലെ ഈ പരമേശ്വരൻ നായരെ കൊണ്ട് തോറ്റു. ചിരിച്ചിരിച്ച് അടിവയറ്റില് നീരായി. അതൊരു സിദ്ധിയാ മാഷേ, എല്ലാരെ കൊണ്ടും പറ്റില്ല. ഭാഗ്യവാൻ. അങ്ങനെ പറഞ്ഞു കൊടുക്ക എന്റെ മേലെ. സരസ്വതി ടീച്ചർ വന്നു എന്ന് വെച്ചാൽ രാമുണ്ണി മാഷക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു എന്നർത്ഥം. അപ്പൊ അകമ്പടി പോട്ടെ. പിന്നെ ഞാനങ്ങട് പോണ്ടെന്ന് പറഞ്ഞ മാഷോട് നിൽക്കുവോ? ഇല്ലല്ലോ, എന്നാ പൊക്കോളൂ. അപ്പോഴേ നാളെ ട്രഷറിയിൽ വെച്ച് കാണാം. വയസ്സായി ഒരു കൂനും വലിയ ഈടില്ല. അല്ല, ഇന്നെന്താ മാഷെ പതിവില്ലാണ്ട് ഒറ്റയ്ക്ക്? ട്രഷറിയിലേക്കാടോ. ആ, പെൻഷൻ വാങ്ങാനാവും. അല്ലാണ്ട് ടീച്ചർ ഇല്ലാതെ നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് പോവാറ് പതിവില്ലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. ശിവരാമണ്ണാര് പോയപ്പോ ഞാൻ അവന്റെ മോൾ പെൻഷൻ കാശ് കൂട്ടാൻ ഒന്നും വേണ്ടിയില്ല. ഞാൻ പറഞ്ഞപ്പോഴും അതുപോലെ തന്നെ നല്ല മെടുക്കൻ ചേട്ടോ. അതിൽ തന്നെയായിരുന്നു. നമ്മുടെ കണിച്ചിലാഴത്തെ രാവപ്പണിക്കലുണ്ടല്ലോ, ഒറ്റ അസുഖം ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ മാസം ഇതുപോലെ എന്റെ പിന്നിൽ നിന്ന് പെൻഷൻ വാങ്ങിച്ചോണ്ട് പോയതാ. അപ്പൊ നമ്മുടെ പിന്നിൽ നിന്ന് തട്ടിപ്പോന്നാ പറയണേ. ഉരുത്തക്കേട് പറയാതെ. എനിക്ക് എന്റെ മാഷേ പെൻഷൻ വാങ്ങിക്കുന്ന ദിവസം ഉണ്ടല്ലോ, വീട്ടിലിരുന്ന ഇരിക്കപ്പുറതിയില്ല. അതിങ്ങോട്ട് കൈ കിട്ടുന്നവരെ ഒരു സ്വസ്ഥതയില്ല. എങ്ങനെയാ ഹേ അങ്ങനെ അല്ലാണ്ട് വരിക? ആരെ ആശ്രയിക്കാതെ അവനവന്റെ കാലിലാ നിൽക്കുന്നെന്ന് തോന്നുന്നത് ഈ ഒരൊറ്റ ദിവസമല്ലേ ഉള്ളൂ. അത് തനിക്ക്. ഞങ്ങളൊക്കെ ഈ തൊലി കണ്ടുകൊണ്ടല്ല ജീവിക്കണത്. പെൻഷൻ കാശാവുമ്പോ പഴയ നോട്ടായാലും മതിയെന്നായിരിക്കും അല്ലേ? നിങ്ങളും ഒരു ദിവസം ഇവിടെ ക്യൂ നിൽക്കേണ്ട ആളാണെന്നുള്ള കാര്യം മറക്കണ്ട. അല്ല, പുത്തനോട്ട് തന്നെ വേണാവോ? തന്നോട് പറഞ്ഞില്ല. ഇങ്ങനെ മാറണ്ട മേന്നെ. ടീച്ചർക്കും പെൻഷൻ ആയിട്ടോ? അതെയോ? രണ്ടാളുടെയും പേയ്മെന്റ് ഒരു ദിവസം ആക്കി തരണം. പേപ്പർ വരട്ടെ, നോക്കാം. ഈ പടവലങ്ങ സ്വല്പം വാടിയിട്ടുണ്ടല്ലോ കോവിന. ഇല്ല മാഷേ, ഇപ്പൊ പൊട്ടിച്ചോണ്ട് വരുന്ന വഴിയാ. അതെ, ഇനി എപ്പോഴാണോ വരേണ്ടത്? ഒരാഴ്ച കഴിയട്ടോ. ഇത് മുഴുവൻ തിന്നു തീർക്കാൻ ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ ഇവിടെ. അത് ശരിയാ. തീർത്തു. നാളെ ഞാനൊന്ന് വീട് വരെ പോയാലോ എന്ന് ആലോചിക്കുക. അങ്ങോട്ട് വിളിച്ചാ മാഷ് വരില്ലല്ലോ. ലക്ഷ്മിക്കുട്ടിയും മക്കളും മാത്രമല്ലേ ഉള്ളൂ അവിടെ. പിറ്റേന്ന് തന്നെ മടങ്ങാം. എന്താ ഒന്നും മിണ്ടാത്തത്?
മാഷേ, പോണം തീരുമാനിച്ചു കഴിഞ്ഞില്ലേ, പിന്നെന്താ പ്രത്യേകിച്ച് മിണ്ടാനുള്ളത്? അയ്യോ പതുക്കെ പതുക്കെ. പൊക്കോളൂ, എവിടെയാണെന്ന് വെച്ചാ പൊക്കോളൂ. അല്ല, പിറ്റേന്ന് തന്നെ. എന്തിനാ പിറ്റേന്നാക്കണത്? ഒരാഴ്ചയോ ഒരു മാസോ എത്രയാ വേണ്ടെന്ന് വെച്ചാൽ താമസിച്ചിട്ട് സൗകര്യം പോലെ വന്നാ മതി. ഇവിടെ ഇങ്ങനെ എടുത്തോണ്ടല്ലോ ഒറ്റയ്ക്ക്. ഞാൻ എങ്ങനെയാലും കഴിഞ്ഞോളാം. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നെ എങ്ങനെയാ പറയേണ്ടത്? പോണത് ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാ പോരെ. ഇതാദ്യമായിട്ടല്ലല്ലോ ഈ ചോദ്യം ഉത്തരവും. കൂടപ്പിറപ്പെന്ന് പറയാൻ ആകപ്പാടൊരു അനീതിയേ ഉള്ളൂ. അവളുടെ അടുത്തൊന്ന് പോണോന്ന് പറഞ്ഞതിനാ ഈ ബഹളം മുഴുവൻ. സ്വന്തക്കാരും ബന്ധുക്കളും ഉള്ളവര് ഭാഗ്യം ചെയ്തവര്. എനിക്കല്ലേ ആരും ഇല്ലാത്തത്. ഇല്ല, ഞാൻ പോണില്ല, എവിടേക്ക് പോണില്ല. അപ്പൊ തീർന്നില്ലേ? വേണ്ട, പൊയ്ക്കോ. ഇത് എവിടേക്കാ ഈ സമയത്ത്? എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക്. കണ്ടൂലോ അസ്ഥി ഒഴുക്കണത്. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മനുഷ്യന്റെ അവസ്ഥ. ഉള്ള നേരത്തെ പോണമെന്നേ ഉള്ളൂ എനിക്ക്. എന്തിനാ അധികം? സ്വന്തം എന്ന് പറയാൻ ആരും ഇല്ലാണ്ട് എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കണേ? ഞാൻ ഇല്ലാണ്ടാവുമ്പോ അപ്പോഴേ അറിയൂല്ല. ഒരാൾക്ക് മാത്രമായിട്ട് എന്തിനാ വിശപ്പ്? എനിക്ക് വേണ്ട. ഒന്നും കഴിക്കണ്ട. കഴിക്കാണ്ടിരുന്ന് വല്ല അസുഖം വരുത്തി വെച്ചാല് ഓടാനും കഷ്ടപ്പെടാനും തീ തിന്നാനും ഒരുത്തരുണ്ടല്ലോ ഇവിടെ. എങ്ങനൊക്കെയാ കഷ്ടപ്പെടുത്തേണ്ടത്, വ്യസനിപ്പിക്കേണ്ടത്, ദണ്ഡിപ്പിക്കേണ്ടത്, അതൊക്കെ അങ്ങോട്ട് ആയിക്കോളൂ. തൃപ്തിയാവട്ടെ. ടീച്ചർ എന്തിനാ കരയണേ? കരച്ചു നിർത്തൂന്ന്. കരയാനും മാത്രം ഞാനിപ്പോ എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല അല്ലേ? ചങ്ക് പൊട്ടണ വാക്കുകൾ പറഞ്ഞാല് പിന്നെ കരയല്ലാണ്ട് ചിരിക്കുക ചെയ്യാ. ടീച്ചർ ഇല്ലാണ്ട് എനിക്ക് ഒരു നിമിഷം ഇവിടെ കഴിയാൻ പറ്റില്ലെന്ന് അറിഞ്ഞൂടെ ടീച്ചർക്ക്? പോണോന്ന് ആഗ്രഹം പറയല്ലാണ്ട് ഇന്നോളം ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടോ? പോകുന്നു തോന്നണുണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെന്തിനാ അങ്ങനൊക്കെ പറയാൻ പോയേ? അതെ, നമുക്ക് വല്ലതും കഴിക്കാം. കഴി